ഹലോ ഓൾ. കെലേഡോസ്കോപ്പ് സോങ്സ് ആൻഡ് സ്റ്റോറീസ് ഓഫ് അവർ വേൾഡ് എന്ന ടെക്സ്റ്റിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാഠഭാഗമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ പോയം ടെക്സ്റ്റ് പെൻഡ് ബൈ കാരൽ ആൻഡ് ഡഫി. കാരൽ ആൻഡ് ഡഫി ഈസ് എ പ്രോമിനൻറ്റ് ബ്രിട്ടീഷ് പോയറ്റസ്. സമകാലീന ബ്രിട്ടീഷ് എഴുത്തുകാരിൽ വളരെ പ്രഗത്ഭയായിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ് കാരൽ ആൻഡ് ഡഫി. അവരുടെ 2005 പുറത്തിറങ്ങിയ റപ്ചർ എന്ന കവിതാ സമാഹാരത്തിലേതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടെക്സ്റ്റ് എന്ന ഈ പോയം. വളരെ കുറച്ച് വാക്കുകളിലൂടെ വളരെ സീരിയസ് ആയ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ പ്രശ്നത്തെ വരച്ചിടുകയാണ് കവയത്രി ഈ പോയത്തിലൂടെ ചെയ്യുന്നത്. മനുഷ്യൻ എത്രമാത്രം മോഡേൺ ടെക്നോളജിക്കും ഗാഡ്ജറ്റ്സിനും അടിമപ്പെട്ടിരിക്കുന്നു എന്ന സത്യത്തെ തുറന്നു കാണിക്കുകയാണ് ഡഫി ഈ പോയത്തിലൂടെ ചെയ്യുന്നത്. കവിതയുടെ ടൈറ്റിൽ അർത്ഥമാക്കുന്നത് ടെക്സ്റ്റ് മെസ്സേജസ് എന്നാണ്. കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഐ ടെൻഡ് ദ മൊബൈൽ നൗ ലൈക്ക് ആൻ ഇൻജേർഡ് ബേർഡ്. ഒരു മുറിവേറ്റ പക്ഷിയെ നമ്മൾ എത്ര കരുതലോടെ കയ്യിലെടുക്കുമോ അത്ര തന്നെ ശ്രദ്ധയോടെയാണ് ഞാൻ എൻ്റെ മൊബൈൽ ഫോണിനെ കയ്യിലെടുക്കുന്നത്. ഓക്കെ, ആൻഡ് അടുത്ത വരിയിൽ അവർ പറയുന്നത് നോക്കി നോക്കൂ: വി ടെക്സ്റ്റ് 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 ആർ സിഗ്നിഫിക്കൻറ്റ് വേർഡ്സ്. എത്ര വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യം ആണെങ്കിലും, എത്ര വലിയ ഗുരുതരമായ കാര്യമാണെങ്കിലും നമ്മളത് ഒരു മെസ്സേജിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. ഈവൻ ആർ ഫീലിങ്സ്, ആർ ഇമോഷൻസ് ആൻഡ് എവറിത്തിങ് ആർ കമ്മ്യൂണിക്കേറ്റഡ് ത്രൂ എ സിമ്പിൾ മെസ്സേജ്. That means we don't take time to call the other one and share that message എന്നതാണ് കവയത്രി ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ കവയത്രി പറയുന്നു, അവരുടെ പ്രിയപ്പെട്ട ഒരാൾ അയച്ച ടെക്സ്റ്റ് മെസ്സേജ് പല ആവർത്തി, വൺസ് ട്വൈസ്, പല ആവർത്തി അവർ വായിച്ചിട്ടും അതിൽ ഉദ്ദേശിച്ച ഇമോഷൻ കവയത്രിക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അല്ലെങ്കിൽ ആ ഇമോഷൻ ഫീൽ ചെയ്യാൻ, ആ കറക്റ്റ് ആ ഒരു ഡെപ്തിൽ അവർക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നില്ല. And she is saying that short, crippled abbreviations often fail to convey true feelings. ശരിക്കുള്ള ഇമോഷൻസിനെ പകർത്തി വയ്ക്കാൻ അല്ലെങ്കിൽ മറ്റൊരാളിലേക്ക് എത്തിക്കാൻ പലപ്പോഴും ടെക്സ്റ്റ് മെസ്സേജുകൾ പരാജയങ്ങളാവുകയാണ് എന്നുള്ളതാണ് കവയത്രി ഉദ്ദേശിക്കുന്നത്. അവ പൊട്ടിപ്പോയ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റിൻ്റെ സ്ട്രിങ് പോലെ, എ ബ്രോക്കൺ സ്ട്രിങ് പോലെയാണ് ടെക്സ്റ്റ് മെസ്സേജസ് പല സ്ഥലങ്ങളിലും അല്ലെങ്കിൽ പല കോണ്ടെക്സ്റ്റിലും നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നത്. ഉദ്ദേശിച്ച ഫലം തരാതെ അല്ലെങ്കിൽ അപശ്രുതി ഉണ്ടാക്കിക്കൊണ്ട് വൃത്തിയായ ഭംഗിയുള്ള മ്യൂസിക് അല്ല അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് അഗൈൻ പിന്നെയും ഡഫി പറയുന്നുണ്ട്, ഐ ട്രൈ ടു പിക്ചർ യുവർ ഹാൻഡ്സ്, ദെയർ ഇമേജ് ഈസ് ബ്ലേർഡ് എന്നാണ് പറയുന്നത്. ഒരാളുടെ അല്ലെങ്കിൽ തനിക്ക് അയച്ച പ്രിയപ്പെട്ടവൻ തനിക്ക് അയച്ച അല്ലെങ്കിൽ പ്രിയപ്പെട്ടവൾ തനിക്ക് അയച്ച ആ ടെക്സ്റ്റ് മെസ്സേജസ് വായിക്കുമ്പോൾ അയാളുടെ കൈകളോ അയാളുടെ ശബ്ദമോ വൃത്തിയായി ഓർത്തെടുക്കാൻ അവർക്ക് സാധിക്കാതെ പോവുകയാണ്. Okay, every text message that the other person has sent to her is becoming a ridiculous thing. വെറും ഒരു വോയിഡായിട്ട്, ഒരു വോയിഡ് മാത്രം സൃഷ്ടിക്കുകയാണ് എന്നുള്ളതാണ് കവയത്രി പറയുന്നത്. which means that due to continuous texting the real warmth of relationship has been affected. വിളി കുറയാണ്, ഫോണിലൂടെയുള്ള വിളി അല്ലെങ്കിൽ നേരിട്ടുള്ള സംസാരം ഒക്കെ കുറയാണ്. എല്ലാം എന്തിലേക്ക് ചുരുങ്ങിപ്പോയിരിക്കുന്നു? വെറും ടെക്സ്റ്റ് മെസ്സേജുകളിലേക്ക്. അത് എത്ര വലിയ കാര്യമാണെങ്കിലും, എത്ര സന്തോഷമുള്ള കാര്യമാണെങ്കിലും, സങ്കടം നിറഞ്ഞ കാര്യമാണെങ്കിലും അത് വിളിച്ചറിയിക്കാൻ അല്ലെങ്കിൽ നേരിട്ട് കണ്ട് സംസാരിക്കാൻ അതിന് ആളുകൾക്ക് സമയമില്ല, അല്ലെങ്കിൽ അതിന് ആളുകൾക്ക് എന്തോ ഒരു മടി. അതുകൊണ്ട് തന്നെ ഒരാൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം മറ്റേ ആളിലേക്ക് ടെക്സ്റ്റ് മെസ്സേജിലൂടെ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജിലൂടെ നമ്മൾ പറയാൻ ശ്രമിക്കുമ്പോൾ അത് പലപ്പോഴും ഒരു ഫെയിലിയറായി മാറുകയാണ് എന്നുള്ളതാണ് ഡഫി പറയുന്നത്. ആൻഡ് ഹൗ ഷീ ഈസ് കൺക്ലൂഡിങ് ദ പോയം. എങ്ങനെയാണ് പോയം കൺക്ലൂഡ് ചെയ്യുന്നത് നോക്കി നോക്കൂ: ദ മെസ്സേജ് സെൻഡ് ടു ദ അതർ വൺ ഈസ് നോട്ട് റിയലി ഫെൽറ്റ് ബൈ ദം. ഇങ്ങനെയാണ് പറയുന്നത്: നത്തിങ് മൈ തമ്പ് പ്രസ് വിൽ എവർ ബി ഹേർഡ്. എൻ്റെ തമ്പ് കൊണ്ട്, എൻ്റെ തള്ളവിരൽ കൊണ്ട് ഞാൻ ഇങ്ങനെ ഞെക്കി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അമർത്തി ഉണ്ടാക്കുന്ന മെസ്സേജസ്, ടൈപ്പ് ചെയ്യുന്ന മെസ്സേജസ് ഒരിക്കലും മറ്റേയാൾ കേൾക്കാൻ പോകുന്നില്ല. ആ മെസ്സേജിന് ഒരിക്കലും ഞാൻ ഉദ്ദേശിക്കുന്ന ഫീലിംഗ് അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു വ്യാപ്തിയിൽ മെസ്സേജിനെ മറ്റേ ആളിലേക്ക് എത്തിക്കാനായിട്ട് ഈ മെസ്സേജുകൾക്ക് സാധിക്കില്ല. So the poetess is expressing her disillusionment, extreme disillusionment regarding the over dependence on technology.
മനുഷ്യർ എത്രമാത്രം ടെക്നോളജിക്ക് അടിമപ്പെട്ടിരിക്കുന്നു. എത്ര വലിയ കാര്യമാണെങ്കിലും എത്ര സന്തോഷം നിറഞ്ഞ കാര്യമാണെങ്കിലും അത് നേരിൽ കണ്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനിൽ നിന്ന് എങ്ങനെ ആളുകൾ വെറും മെസ്സേജിലേക്ക് ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കുന്നു. എത്രത്തോളം മനുഷ്യർ ടെക്നോളജിക്കും. സോ ടെക്സ്റ്റ് എന്ന ഈ പോയം വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അത് രേഖപ്പെടുത്താവുന്നതാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.